ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ട് അതിനുള്ള കാരണം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 4-5 മാസത്തോളം ആവുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഫുള്ള് ഫാമിലി ആയിട്ട് എല്ലാവരും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും തകർന്ന് തരിപ്പണമായ കുറേ മാസങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ മോന് സുഖമില്ലാതായി. അവന് പെട്ടെന്നൊരു പനി ഉണ്ടാവുകയും അതിന് ഇവിടെ അടുത്തുള്ള പുനലൂരുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 2-3 ദിവസത്തെ പനിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുൻപൊന്നും അങ്ങനെ ഹോസ്പിറ്റൽ കേസൊന്നും വന്നിട്ടേ ഇല്ല കുഞ്ഞിന്. അപ്പോൾ ഈ 5-ാം മാസത്തിലാണ് ഇങ്ങനെ ഒരു പനി വരുന്നത്. അപ്പോൾ ആ പനി വന്ന് അത് നേരെ നമ്മളിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പം കൗണ്ടൊക്കെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് CRP ഒക്കെ കൂടുതലായിട്ട് കാണിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും അവനെ കാണുന്നില്ല. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ CRP നോക്കിയപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ CRP ഹൈ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ നേരെ SIT കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ SIT പോയി. അവിടെ കുഞ്ഞിന് ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ICUയിലോട്ടാണ് വിട്ടത്. അപ്പോൾ അപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ കുറച്ച് മോശമാവാൻ തുടങ്ങി. അങ്ങനെ ICUയിലോട്ട് പോയി. അവിടെ പോയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അവനെ വെൻറ്റിലേറ്ററിലാക്കേണ്ടി വന്നു. അവനെപ്പോഴത്തേക്ക് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഭയങ്കരമായിട്ട് അവന് ആകെ ഉണ്ടായിരുന്നതിനെക്കാട്ടി ആകെ മോശം. ഒരു അനക്കമൊന്നുമില്ലായിരുന്നു. നമ്മളിവിടുന്ന് പോകുമ്പം ആകെ ക്ഷീണം പോലായിരുന്നു. ഇങ്ങനെ തല കുനിച്ച് ഇങ്ങനെ ക്ഷീണം പോലെ ആയിരുന്നു അവനെ കാണാൻ. അവന് വേറെ പാല് കുടിക്കാനോ ഒന്നിനും ഒരു ഇതില്ലായിരുന്നു. ഞാൻ പില്ലറിന് പാല് അവന് വായിൽ ഒഴിച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവന് പാല് കുടിക്കാനോ ഒന്നിനും ഒരു ഇതില്ലാതിരുന്നപ്പോൾ ORS ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം പില്ലറിനായിരുന്നു. വയറിളക്കം ഉള്ളത് കൊണ്ട് ORS ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ നേരെ ICUയിൽ വെൻറ്റിലേറ്ററിലാക്കി. ഫുള്ള് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു കുഞ്ഞ്. അങ്ങനെ പിന്നെന്താ, അപ്പോഴത്തേക്ക് മൊത്തത്തിൽ പതറിപ്പോയി. നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അത് ഈ പിഞ്ചു കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യണം, എങ്ങനെ ഞങ്ങൾ അതിനകത്ത് നിന്ന് തരണം ചെയ്ത് വന്നെന്നുള്ള ഇതിപ്പോഴും ചിന്തിച്ചാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ദൈവങ്ങൾക്ക് നന്ദി പറയാമെന്നുള്ളതേ ഉള്ളൂ. അന്നേരമെല്ലാം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കാനല്ലേ നമുക്ക് പറ്റും. വേറെ എന്താ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തായാലും SIT കൊണ്ടുപോയത്, അന്നേരം തന്നെ കൊണ്ടുപോയത് വലിയൊരു ആശ്വാസമായി. അവിടെ പോയി ഒരു 3-4 ദിവസത്തെ ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളും കുറേ ടെസ്റ്റുകളും ചെയ്ത് ലാസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിച്ച് LP ചെയ്തായിരുന്നു, നട്ടലുകുത്തി പരിശോധന ചെയ്ത്. അപ്പോൾ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ CT എടുത്തപ്പം അത് തലയിൽ പഴുപ്പ് കെട്ടി കിടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ന്യൂറോളജി കാണിച്ചപ്പോൾ ന്യൂറോളജി പറഞ്ഞ് ഇതുപോലെ MRI വേണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുത്തപ്പോൾ അതിനകത്ത് ഡീപ്പായിട്ട് പഴുപ്പ് കെട്ടി കിടക്കുക. അപ്പോൾ അത് ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ, തല സർജറി ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ സർജറി ചെയ്യണം. ഉടനടി സർജറി തലേന്ന് പറയുന്നു, പിറ്റേന്ന് സർജറി. അതായത് 6-ാം തീയതി MRI എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നു, 7-ാം തീയതി സർജറി ചെയ്തു. അപ്പോൾ അത് അത്ര ഇതായിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ലങ്സിലൊക്കെ ബാധിച്ച് ഭയങ്കരമായിട്ടുള്ള ചുമയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സാധാരണ ചുമയൊക്കെ ഉള്ള സമയത്തൊന്നും അനസ്തേഷ്യ ചെയ്തില്ല. അനസ്തേഷ്യ ഉണ്ടെങ്കിലല്ലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ അനസ്തേഷ്യയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇവൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ ഇത് വെച്ചിട്ട് അവർ നമ്മളെ കൊണ്ട് സമ്മതപത്രമൊക്കെ എഴുതിപ്പിച്ച് ലാസ്റ്റ് ഇത് ചെയ്ത് അനസ്തേഷ്യ ചെയ്ത് അങ്ങനെ സർജറി കഴിഞ്ഞു. അവന് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. മെനിഞ്ചൈറ്റിസിൻ്റെ ഇത് E. coli ബാക്ടീരിയ എന്ന് പറയുന്നൊരു ഇതാണ് അവന് ബാധിച്ചതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആപ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും അതിനകത്തുനിന്ന് ഏകദേശം 1.5 മാസം നമ്മൾ SITയിൽ കടന്നു. അപ്പോൾ അതിൽ നിന്നിപ്പം റിക്കവറായി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് മാനസികമായിട്ട് നമ്മൾ ഒത്തിരി തളർന്ന നിമിഷമായിരുന്നു. ആ സമയത്തൊന്നും മൊബൈൽ ഉപയോഗിക്കാനോ ഒരു വീഡിയോ എടുക്കാനോ മൊബൈലിന് റേഞ്ച് അവിടെ ഇല്ല. ജിയോയാണ് സിം. അപ്പോൾ ജിയോയ്ക്ക് ഒട്ടും റേഞ്ചില്ല. അങ്ങനെ അതുമല്ല, ആരെങ്കിലും ഒരു ഫോണിൽ വിളിച്ചാൽ എടുത്ത് സംസാരിക്കാനുള്ള മാനസികാവസ്ഥ പോലും അല്ലായിരുന്നു അന്നേരം.
നമുക്കത് ഈ അസുഖമാണെന്നോ ഇതിനെക്കുറിച്ച് എന്തുവാണെന്നും വിശദീകരിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയല്ല അന്നേരം എന്ന് വെച്ചാൽ ഞാൻ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു. വേറെ ആരെയും ഹസ്ബൻഡ് പുറത്തായിരുന്നു, പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത്രയും മാസങ്ങളായി നമ്മൾ വീട്ടിൽ വന്നു, 1.5 മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ SIT പോകണം. ഇപ്പോൾ 1 മാസം കൂടുമ്പോഴും 2 മാസം കൂടുമ്പോഴൊക്കെ പോയാൽ മതി. അങ്ങനെ ചെക്കപ്പ് നടത്തുന്നുണ്ട്, ഫോളോ അപ്പിന് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം മോന് കുഴപ്പമൊന്നുമില്ല, അവ ആക്റ്റീവായി സുഖപ്പെട്ട്. ഈശ്വരന്മാർക്ക് നന്ദി. അതുപോലെ ഈ വീഡിയോ കാണാതിരുന്നപ്പോഴൊക്കെ കുറേ പേര് അന്വേഷിച്ചായിരുന്നു, ഇപ്പം വീഡിയോ ഒന്നും ചെയ്യാത്ത എന്താണെന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അവർക്കെല്ലാം നന്ദിയുണ്ട്. അവരെല്ലാവരും ഒത്തിരി പേര് പ്രാർത്ഥിച്ചായിരുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചതിൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇത്രയും നാളും ഇടാതിരുന്നത്. ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.